കഥ നടക്കുന്നത് പാലക്കാട് തമിഴ്നാട് ബോർഡറിന് അടുത്തുള്ള ഒരു ഉൾഗ്രാമത്തിലാണ്. കുഞ്ചോക്ക ബോബൻ, ജയസൂര്യ, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച സ്വപ്നക്കൂട് എന്ന സിനിമ അന്നാണ് റിലീസായിരുന്നത്. ഈ സിനിമ കാണുന്നതിന് വേണ്ടിയാണ് ഞാനും എൻ്റെ കൂട്ടുകാരനായ മനോജും കൂടി പാലക്കാട് ടൗണിലുള്ള ഒരു തിയേറ്ററിൽ പോയിരുന്നത്. എൻ്റെ പേര് അനൂപ്. ഒരേ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. മനോജിൻ്റെ വീട് കണ്ണാടി എന്ന പ്രദേശത്താണ്. കണ്ണാടിയിൽ നിന്ന് പോത്തൻകാടിലുള്ള എൻ്റെ വീട്ടിലേക്ക് 4 കിലോമീറ്റർ കൂടിയുണ്ട്. മനോജിനെ വീട്ടിലാക്കി ഞാൻ എൻ്റെ ബൈക്കിൽ യാത്ര തുടർന്നു. സ്ഥിരമായി പോകാറുള്ള വഴിയാണെങ്കിലും അന്ന് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം രൂപാന്തരം പ്രാപിച്ചിരുന്നു. സമയം രാത്രി 1 മണിയോടടുക്കുന്നു. തെരുവിളക്കുകൾ എന്തോ അന്ന് കത്തിയിരുന്നില്ല. ഇരുട്ടിൻ്റെ കാഠിന്യം വർദ്ധിച്ചിരുന്നു. യാത്രക്കാർ അധികമൊന്നും ആ റൂട്ടിൽ ഉണ്ടായിരുന്നില്ല. അകലെ നിന്നുള്ള നായ്ക്കളുടെ ഓളിയിടൽ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചിരുന്നു. ചെറുതായി ചാറ്റൽ മഴ അനുഭവപ്പെട്ടു. ചെറിയ രീതിയിൽ ഇളം കാറ്റും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ പെയ്തുകൊണ്ടിരുന്ന മഴത്തുള്ളിയെ തട്ടിമാറ്റിക്കൊണ്ട് എൻ്റെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അല്പദൂരം സഞ്ചരിച്ച് കയറ്റത്തോടുള്ള ഒരു വളവ് തിരിഞ്ഞപ്പോൾ എൻ്റെ ബൈക്ക് സ്ലിപ്പായി മറിഞ്ഞു വീഴുന്നു. എനിക്ക് പരിചയമുള്ള വഴിയായിരുന്നിട്ടുകൂടി എൻ്റെ ബൈക്ക് എങ്ങനെയാണ് മറിഞ്ഞു വീഴുന്നത്? മറിഞ്ഞു വീണ ബൈക്ക് പൊക്കിയെടുത്തപ്പോൾ കാൽമുട്ടിൽ ചെറിയൊരു വേദന അനുഭവപ്പെട്ടു. കാൽമുട്ടിൽ ചെറിയ മുറിവ് ഉണ്ടായിരിക്കുന്നു. ബൈക്ക് റോഡിൽ നിന്നും അല്പം തെന്നി മാറിയിരുന്നു. ബൈക്ക് പൊക്കിയെടുത്ത് സ്റ്റാർട്ടാക്കി ലൈറ്റ് ഓണാക്കി. എന്താണ് എനിക്ക് സംഭവിച്ചത്? വീഴാനുള്ള കാരണം എന്താണ്? അന്വേഷിച്ച് നോക്കിയപ്പോൾ ഗ്രീസ് പോലത്തെ എന്തോ ഒരു വഴുവഴുത്ത ദ്രാവകത്തിൽ കയറിയാണ് തൻ്റെ ബൈക്ക് സ്ലിപ്പായത് എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ചെരുപ്പിലും ദേഹത്തും ആ കറുത്ത നിറത്തിലുള്ള ദ്രാവകം പറ്റിപ്പിടിച്ചിരുന്നു. ആരോ തനിക്ക് വേണ്ടി കെണിയൊരുക്കിയ ഒരു മാതിരിയായിരുന്നു ആ ദ്രാവകം റോഡിൽ ഒഴിച്ചു വെച്ചിരുന്നത്. കാലിൽ ഉണ്ടായ മുറിവിൻ്റെ വേദന വകവയ്ക്കാതെ ബൈക്കിൽ യാത്ര തുടർന്നു. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് ഓഫാവുകയും കത്തുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. വിജനമായ റോഡിൽ ഞാൻ ബൈക്കിൻ്റെ വേഗത അല്പം കൂട്ടി. മഴ പെയ്യുന്നത് കൊണ്ട് ശരീരം തണുത്തു വിറയ്ക്കുന്നുണ്ട്. ഒരു ബസ്സിരിപ്പ് കേന്ദ്രത്തിൻ്റെ അടുത്തെത്താറായപ്പോൾ നല്ലവണ്ണം അണിഞ്ഞൊരുങ്ങി തോളിൽ ഒരു ബാഗുമായി ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവൾ മഴയിൽ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം ഞാൻ ശരിക്കും കണ്ടു. ഒരു 17 വയസ്സ് കാണും പ്രായം. ആ പെൺകുട്ടി ഞാൻ വരുന്നത് കണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ ബൈക്ക് നിർത്തണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. വേണ്ട, എന്തിനാ വെറുതെ വല്ല പൊല്ലാപ്പിനും പോകുന്നത്? അവൾ ബൈക്കിന് കൈ കാണിച്ചുകൊണ്ട് ലിഫ്റ്റ് തരുമോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. ഉള്ളിൽ ചെറിയ ഭയം ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തിയില്ല. വീട് ലക്ഷ്യമാക്കി എൻ്റെ ബൈക്ക് ചീറിപ്പാഞ്ഞു. ഉടൻ തന്നെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു. ഉറങ്ങുകയായിരുന്ന അമ്മ വാതിൽ തുറന്നു തന്നു. പിന്നാലെ തന്നെ അച്ഛനും വന്നു. മഴയിൽ നനഞ്ഞു കുളിച്ച് കറുത്ത നിറത്തിലുള്ള ഗ്രീസൊക്കെ ദേഹത്ത് പറ്റിപ്പിടിച്ച എന്നെ കണ്ട് അവർ ഭയന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രാത്രി സിനിമയ്ക്ക് പോകണ്ട എന്ന്? പറഞ്ഞത് കേൾക്കാതെ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമ്മയുടെ ശകാരം കേൾക്കാത്ത മട്ടിൽ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് വസ്ത്രം മാറി ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. റോഡരികിലെ ബസ് സ്റ്റോപ്പിൽ കണ്ട ആ പെൺകുട്ടിയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. ആരായിരിക്കും അവൾ? എന്തിനായിരിക്കും ഈ സമയത്ത് അവൾ അവിടെ നിൽക്കുന്നത്? ചിലപ്പോൾ വീട്ടിൽ നിന്നും വല്ല വഴക്കും ഉണ്ടാക്കി പോന്നതായിരിക്കുമോ? ഒരു മിന്നായം പോലെ മാത്രമാണ് കണ്ടിരുന്നതെങ്കിലും അവളുടെ ഭംഗി എന്നെ ആകർഷിച്ചിരുന്നു. തിളങ്ങുന്ന കണ്ണുകൾ, സ്കെൽറ്റായി വെളുത്തു നിറത്തിലുള്ള സുന്ദരിയായ പെൺകുട്ടി. പിന്നെപ്പോഴോ ഉറങ്ങിപ്പോയി. ഒരു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. അമ്മയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, എന്താ അമ്മേ, ഒന്ന് ശല്യപ്പെടുത്താതെ പോ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽക്കിലേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ഹാളിലുള്ള സീറോ ബൾബിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന പെൺകുട്ടി പാതി വാതിൽ തുറന്ന് എന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ നെഞ്ചിൽ നിന്നും ഒരു ഇടിമിന്നൽ ഉണ്ടായതായി അനുഭവപ്പെട്ടു. ഞാൻ കണ്ണു തിരുമ്മി കണ്ടത് സത്യമാണോ എന്നറിയാൻ ഒന്നുകൂടി വാതിൽക്കലേക്ക് നോക്കി. ഹേയ്, അവിടെ ആരുമില്ല. എനിക്ക് തോന്നിയതാവും. അല്ല, ശരിക്കും ഞാൻ കണ്ടതാണ്. ഉടൻ തന്നെ ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ഇല്ല, ആരുമില്ല. അടുത്തുണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് വീണ്ടും കിടന്നു. പിറ്റേന്ന് അമ്മ വിളിക്കുമ്പോൾ ആണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നത്.
സമയം എത്രയായി എന്നറിയാൻ ചുമരിലുള്ള ക്ലോക്കിലേക്ക് നോക്കി. 9 മണിയായിരിക്കുന്നു. അന്ന് ശനിയാഴ്ച ആയിരുന്നു. ക്ലാസ് ഇല്ലാത്തതിനാൽ കുറച്ചുകൂടി കിടന്നുറങ്ങി. ഉച്ചയൂണിന് സമയമായപ്പോഴാണ് പിന്നെ അമ്മ വിളിച്ചത്. അച്ഛൻ ജോലിക്ക് പോയിരുന്നു. അന്നത്തെ ദിവസം പുറത്തൊന്നും പോയില്ല. കുറച്ചു സമയം TV കണ്ടുകൊണ്ടിരുന്നു. ജോലി കഴിഞ്ഞു വന്ന അച്ഛൻ ബൈക്ക് കേടുവരുത്തിയത് കൊണ്ട് ചീത്ത പറഞ്ഞു. ബൈക്ക് അച്ഛൻ്റേതായിരുന്നു. അച്ഛൻ്റെ ബൈക്കുമെടുത്താണ് ഇന്നലെ സിനിമയ്ക്ക് പോയത്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. പതിവില്ലാത്ത ക്ഷീണം, എന്തോ ഒരു അസ്വസ്ഥത എന്നെ ബാധിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അച്ഛനും അമ്മയും ഹാളിലുള്ള ഒരു കട്ടിലിലാണ് കിടക്കാറ് പതിവ്. സമയം 1 മണിയായപ്പോൾ എൻ്റെ റൂമിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കുന്നു. തകര ഷീറ്റിൽ വടി കൊണ്ട് അടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം. പെട്ടെന്ന് തന്നെ ഞാൻ ഞെട്ടിയെഴുന്നേറ്റ് പേടി കാരണം ഉച്ചത്തിൽ അമ്മയെ എന്ന് വിളിച്ചു കരഞ്ഞുപോയി. അമ്മയും അച്ഛനും പെട്ടെന്ന് തന്നെ എൻ്റെ റൂമിലേക്ക് ഓടി വന്നു. അച്ഛൻ ചോദിച്ചു, എന്തിനാടാ കരയുന്നത്? ഞാനൊരു ശബ്ദം കേട്ടു അച്ഛാ, അതുകൊണ്ടാണ് കരഞ്ഞത്. അത് കേട്ട് അമ്മ പറഞ്ഞു, അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നടക്കരുത് എന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. നീ ഇന്നലെ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? ഇല്ല അമ്മേ, ഒന്നും കണ്ടു പേടിച്ചില്ല. അമ്മയോട് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി തോന്നി. നീ പ്രാർത്ഥിച്ചു കിടക്ക് എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും ഉറങ്ങാൻ പോയി. ഞാൻ വീണ്ടും പുതപ്പ് തലയിലിട്ട് മൂടി പ്രാർത്ഥിച്ച് ചുരുണ്ടു കിടന്നു. വീണ്ടും അതേ ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഈ ശബ്ദം തനിക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ, അച്ഛനും അമ്മയ്ക്കും കേൾക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ശബ്ദം അച്ഛനും അമ്മയും കേട്ടിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നേനെ. അച്ഛനോടും അമ്മയോടും ഒന്നും പറയാനും വയ്യ. എന്തെന്നാൽ രാത്രിക്ക് സിനിമയ്ക്ക് പോയതുകൊണ്ട് വീണ്ടും ചീത്ത പറയും. ഒന്നും കൂടി നാമം ജപിച്ച് വീണ്ടും കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ആരോ പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്നു, അനൂപ്, അനൂപ്. പേടിച്ചു വിറച്ച് ഞാൻ തലയിൽ നിന്നും പുതപ്പെടുക്കാതെ എന്നെ ആരോ വിളിക്കുന്നതെന്ന് അറിയാൻ കാതോർത്തു. അച്ഛനും അമ്മയും എന്നെ കണ്ണ എന്നാണ് വിളിക്കാറ്. എന്നാൽ ഇത് ഒരു പരിചയമില്ലാത്ത സ്ത്രീ ശബ്ദമായിരുന്നു. മുഖത്ത് നിന്നും പുതപ്പ് മെല്ലെ താഴോട്ട് മാറ്റി ഞാൻ വാതിൽക്കിലേക്ക് നോക്കി. തലേ ദിവസം ഞാൻ കണ്ട സ്ത്രീ രൂപം വാതിൽ പാതി തുറന്ന് എന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ ശരീരമാകെ കോരിത്തരിച്ച് വിറക്കുന്നത് ഞാൻ അറിഞ്ഞു. ധൈര്യം സംഭരിച്ച് ഞാൻ ബെഡിൽ കിടന്നു തന്നെ ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവിടെ ആരുമില്ല. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഹാളിലെ സീറോ ബൾബിൻ്റെ മങ്ങിയ വെളിച്ചം മാത്രം. ഇത് എൻ്റെ തോന്നലാവും എന്ന് കരുതി ലൈറ്റ് ഓഫ് ചെയ്തു. പെട്ടെന്ന് കറുത്തൊരു രൂപം എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് എനിക്ക് അഭിമുഖമായിരിക്കുന്നു. ഒറ്റത്തവണ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അമ്മേ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടി. അത്രയ്ക്കും ഭയാനകമായിരുന്നു ആ രൂപത്തിന്. കറുത്തിരുണ്ട്, തലയിൽ എന്തോ മരക്കൊമ്പ് മുളച്ച മാതിരി ഒരു വെറുപ്പിക്കുന്ന രൂപം. ഇത് എൻ്റെ തോന്നലല്ല, എൻ്റെ കൂടെ എന്തോ ഒരു അമാനുഷിക ശക്തി കൂടിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ നിലവിളി കേട്ട് ഉണർന്ന അച്ഛനും അമ്മയും ഭയചകിതരായി എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട്, രാത്രിയിലുള്ള സഞ്ചാരം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ടുള്ള ഭവിഷ്യത്താണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ചീത്ത പറയാൻ ആരംഭിച്ചു. ഇനി ആ റൂമിൽ കിടക്കണ്ട, ഇവിടെ ഈ സോഫയിൽ കിടന്നുകൊള്ളൂ എന്ന് അമ്മ പറഞ്ഞു. ഹാളിൽ അച്ഛനും അമ്മയ്ക്കും തൊട്ടടുത്തായി TV കാണുന്ന സോഫയിൽ പോയി കിടന്നു. എന്നിട്ട് സുഖമായി സമാധാനമായി കിടന്നുറങ്ങി. കണ്ണ കണ്ണ എന്ന അമ്മയുടെ വിളി കേട്ടാണ് ഉണർന്നത്. ചായ കുടിക്കാൻ വിളിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ചായ കുടിച്ചു കഴിഞ്ഞ് നീ കടയിൽ പോയി അല്പം ചിക്കൻ വാങ്ങിച്ചു വാ, അമ്മ ബിരിയാണി ഉണ്ടാക്കിത്തരാം. ഇത് കേട്ടതോടെ ഞാൻ ഹാപ്പിയായി. ബിരിയാണി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഉടൻ തന്നെ ചായ കുടിച്ച് കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അമ്മ ബിരിയാണി വെക്കാൻ ആരംഭിച്ചു. അമ്മയ്ക്ക് ബിരിയാണി വെക്കാൻ വേണ്ട സഹായം അച്ഛൻ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം റെഡിയായി. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി എല്ലാവരും കൂടി ബിരിയാണി കഴിക്കുന്നതിനിടയിൽ വീട്ടിലെ ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അച്ഛൻ പോയി ഫോൺ എടുത്തു. അതൊരു ദുഃഖവാർത്തയായിരുന്നു. അമ്മയുടെ ചെറിയമ്മയുടെ മകൻ്റെ മരണവാർത്തയായിരുന്നു അത്. അച്ഛനും അമ്മയും കൂടി മരണ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അമ്മ എന്നോടായി പറഞ്ഞു, രാത്രി നിനക്കുള്ള ഭക്ഷണം അടുക്കളയിൽ ഉണ്ട്. നാളെ രാവിലെ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി കഴിച്ചോ. ഞങ്ങൾ ഇവിടെ ഇല്ല എന്ന് കരുതി രാത്രി സിനിമയ്ക്കൊന്നും പോകരുത്. രാത്രി നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. ഞങ്ങൾ നാളെ രാവിലെ വരികയുള്ളൂ എന്ന് പറഞ്ഞ് അവർ യാത്രയായി.
അമ്മയോടും അച്ഛനോടും പോകണ്ട എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല. അവർ ഇതിനു മുമ്പ് എന്നെ തനിച്ചാക്കി പോയിട്ടുണ്ട്. രാത്രി 9 മണിവരെ TV കണ്ടുകൊണ്ടിരുന്നു. ഉറക്കം വരുന്നു. ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങാം എന്ന് കരുതി ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച ബിരിയാണി കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എൻ്റെ അടുത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നി. ഉടനെ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ തലേ ദിവസം കണ്ട ആ സ്ത്രീ രൂപം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഒരു 10 നിമിഷം ഞാൻ സ്റ്റക്കായി. വിയർക്കാൻ തുടങ്ങി. കൈകാലുകൾ വിറച്ചുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിരിയാണി പാത്രം താഴെ വീണ് ചിതറി. സ്വയബോധം വീണ്ടെടുത്ത് ഞാൻ ആ രൂപമെവിടെ എന്ന് കാണാൻ വേണ്ടി ചുറ്റും നോക്കി. എന്നാൽ ആ രൂപം അവിടെ കാണാനുണ്ടായിരുന്നില്ല. താഴെ വീണ പ്ലേറ്റും ബിരിയാണിയും എല്ലാം ക്ലിയറാക്കി ഞാൻ ഒരു കവറിനുള്ളിലാക്കി. ആ സമയം എൻ്റെ വളർത്തുപൂച്ച കിങ്ങിണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അവൾ കിച്ചണിലേക്ക് നോക്കി ഭയന്ന മട്ടിൽ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിക്കന് വേണ്ടിയായിരിക്കാം ഇവൾ കരയുന്നത് എന്ന് കരുതി അടുക്കളയിൽ പോയി ചിക്കൻ കൊണ്ടുവന്ന് പൂച്ചയ്ക്ക് കൊടുക്കുന്നു. എല്ലാ പ്രാവശ്യവും ചിക്കനും മീനുമൊക്കെ ആർത്തിയോടെ കഴിക്കുന്ന പൂച്ച ഇപ്രാവശ്യം കഴിച്ചില്ല. അത് അടുക്കളയിലേക്ക് നോക്കി കരഞ്ഞു ചീറിക്കൊണ്ടിരുന്നു. പൂച്ചയുടെ ഈ പ്രവൃത്തി കണ്ട് എനിക്ക് ഭയം കാരണം ശരീരം കോരിത്തരിക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. ഉടനെ തന്നെ പൂച്ചയെ കയ്യിലെടുത്ത് താലോലിക്കാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യവും ഞാൻ പൂച്ചയെ എടുത്താൽ അത് നല്ല അനുസരണയോടെ എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂച്ച കരച്ചിൽ നിർത്തുന്നില്ല. പൂച്ചയെ കയ്യിലെടുത്തുകൊണ്ട് ബിരിയാണി വേസ്റ്റ് ഇടുന്ന ഡസ്റ്റ്ബിന്നിൽ ഇടാമെന്ന് കരുതി പൂച്ചയുമായി അടുക്കളയിലേക്ക് പോയി. അടുക്കളയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ പൂച്ച എൻ്റെ കയ്യിൽ നിന്നും ചാടിയോടി. ഉടൻ തന്നെ വേസ്റ്റ് കവർ കിച്ചണിൽ ഇട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ബെഡിൽ കിടന്നു. അപ്പോൾ പൂച്ചയും എൻ്റെ അടുത്ത് വന്ന് കിടന്നു. പൂച്ചയെ തലോടിക്കൊണ്ട് ഞാൻ പുതപ്പിനുള്ളിൽ കിടന്നു. ഉറക്കം വരുന്നില്ല. ഉറക്കം വരാൻ വേണ്ടി കണ്ണടച്ച് കുറേ നേരം കിടന്നു. ഉടൻ തന്നെ പൂച്ച റൂമിലെ പുറത്തേക്കുള്ള വെന്റിലേഷൻ ഹാളിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. ആ സ്ത്രീയുടെ പ്രേതം അവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു അമാനുഷിക ശക്തിയുണ്ട്. അച്ഛനും അമ്മയും വന്നാൽ എത്രയും പെട്ടെന്ന് പറയണം. ഇനി പറയാതിരിക്കുന്നത് ബുദ്ധിയല്ല. ഉടൻ തന്നെ അറിയാവുന്ന ശ്ലോകമെല്ലാം ചൊല്ലി ഉറങ്ങാൻ കിടന്നു. തലേ ദിവസം ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ 2 വർഷം മുൻപ് മരിച്ചുപോയ മുത്തശ്ശനെ സ്വപ്നത്തിൽ കാണുന്നു. മുത്തശ്ശന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. കണ്ണ കണ്ണ എന്ന് വിളിച്ച് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ മുത്തശ്ശൻ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് എന്നോട്, കണ്ണ നീ ഇന്ന് ഇവിടെ ഉറങ്ങണ്ട, ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി ഉറങ്ങിക്കോളൂ, അതാണ് നിനക്ക് നല്ലത്. എന്തിനാ മുത്തശ്ശ ഞാൻ ഇപ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി ഉറങ്ങുന്നത്? ഞാനിവിടെ തന്നെ കിടന്നോളാം. മോനെ കണ്ണ, ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? നിന്റെ നല്ലതിന് വേണ്ടിയാണ് മുത്തശ്ശൻ പറയുന്നത്. നീ ഞാൻ പറയുന്നത് കേൾക്ക് കണ്ണ. ശരി മുത്തശ്ശ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെരുപ്പിടാൻ നോക്കി. ചെരുപ്പൊന്നും ഇടണ്ട കണ്ണ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എന്നെ തള്ളിയതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കണ്ടത് സ്വപ്നമായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. എന്തിനായിരിക്കും മുത്തശ്ശൻ എന്നോട് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചുറ്റുപാടും നോക്കി. അപ്പോൾ ആ പ്രേതം എൻ്റെ കാൽക്കൽ വന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഓടി. ആ സമയം തന്നെ എൻ്റെ ചെറിയച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഓടിപ്പോയി ചെറിയച്ഛനെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലടാ മോനെ, വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ഉറങ്ങാം എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. തക്ക സമയത്ത് മുത്തശ്ശൻ സ്വപ്നത്തിലും ചെറിയച്ഛനും ഒക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചെരുപ്പിടാൻ നോക്കി. അപ്പോൾ ചെറിയച്ഛൻ പറയുന്നു, വേണ്ട, ചെരുപ്പൊന്നും ഇടാതെ പോന്നാൽ മതി. മുത്തശ്ശൻ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ ചെറിയച്ഛനും അത് തന്നെ ആവർത്തിക്കുന്നു. ഇവിടെ അടുത്തല്ലേ വീട്, ചെരുപ്പിടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ എന്നെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചെറിയച്ഛൻ്റെ വീട്ടിലെത്തിയ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിക്ക് ചെറിയച്ഛൻ വന്ന് വിളിക്കുമ്പോഴാണ് ഉണർന്നത്. കണ്ണാ, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു. എന്താ ചെറിയച്ഛ നിങ്ങൾ പറയുന്നത്? നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇല്ലടാ, ഞാനൊന്നും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നിട്ട് ഇന്ന് രാവിലെയാണ് എണീക്കുന്നത്. ആ, എന്തെങ്കിലും ആവട്ടെ, നീ ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ കുളിക്കാൻ പോയി. എനിക്ക് ആകെ കൺഫ്യൂഷനായി. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഒന്നും മനസ്സിലായില്ല. ഇനി ഇതെല്ലാം എൻ്റെ തോന്നലായിരിക്കുമോ? ആണെങ്കിൽ എൻ്റെ റൂമിൽ കിടന്നുറങ്ങിയ ഞാൻ എങ്ങനെ ചെറിയച്ഛൻ്റെ വീട്ടിലെത്തി? ഇതേ സമയം അച്ഛനും അമ്മയും വീട്ടിലെത്തുന്നു. വാതിൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് ഉള്ളിൽ കയറി തൻ്റെ മകനെ അന്വേഷിക്കുന്നു. എന്നാൽ അവൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല.
എന്ന് മനസ്സിലാക്കിയ അച്ഛനും അമ്മയും ചെറിയച്ഛൻ്റെ വീട്ടിൽ വരുന്നു. എന്താ കണ്ണാ, വാതിലെല്ലാം തുറന്നിട്ട് നീ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നത്? എന്തു പറ്റി നിനക്ക്? അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ നടന്ന എല്ലാ സംഭവങ്ങളും വിവരിച്ചു കൊടുത്തു. ബൈക്കിൽ സിനിമ കണ്ടു മടങ്ങി വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടിയെ കാണുന്നതും, വീട്ടിൽ വെച്ച് അവളെ വീണ്ടും കാണുന്നതും, അവളെ കണ്ട് പൂച്ച കരഞ്ഞതും എല്ലാം ഒന്നും വിടാതെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഞാനാണ് ഇവനെ കൊണ്ടുവന്ന് കിടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയച്ഛനും അങ്ങോട്ട് വരുന്നു. സത്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ചെറിയച്ഛൻ പറയുന്നു. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എന്തോ ഒരു അമാനുഷിക ശക്തി തങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ചെറിയച്ഛനും അമ്മയ്ക്കും അച്ഛനും മനസ്സിലാകുന്നു. അവരെല്ലാവരും എന്നെയും കൂട്ടി എൻ്റെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ വന്ന് കിച്ചണിൽ പോയി നോക്കുമ്പോൾ കിച്ചണിൽ തലേ ദിവസം ബാക്കിയുള്ള ബിരിയാണിയെല്ലാം ചിന്നിച്ചിതറിക്കിടക്കുന്നു. പാത്രങ്ങളെല്ലാം അലങ്കോലമായി ചിതറിക്കിടക്കുന്നു. ഇതെല്ലാം നീയാണോ ചെയ്തത് എന്ന് അമ്മ എന്നോട് ചോദിച്ചു. ഇതൊന്നും ചെയ്തത് ഞാനല്ല അമ്മേ, ഇതൊക്കെ ആ പ്രേതത്തിൻ്റെ പണിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവരോട് വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ അവർ കുറേശ്ശെ വിശ്വസിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഇന്നലെ മരണ വീട്ടിൽ പോയിരുന്നത് കൊണ്ട് ക്ഷീണം നല്ലവണ്ണമുണ്ട്. തീരെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നാളെ നമുക്ക് പ്രേതബാധയെല്ലാം ഒഴിപ്പിക്കുന്ന ഒരു സ്വാമിയുണ്ട്, അയാളെ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും എന്നെ സമാധാനിപ്പിച്ചു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതിന് സമ്മതിച്ചു. എന്നാൽ ഈ തീരുമാനം ഒരു വലിയ തെറ്റായിരുന്നു. ഞങ്ങളുടെ ഈ സംഭാഷണമെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ ആത്മാവ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു രാത്രിയല്ലേ, എങ്ങനെയെങ്കിലും കഴിയാം എന്ന് സമാധാനിച്ചുകൊണ്ട് ഞാൻ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. നല്ലവണ്ണം ക്ഷീണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നെ ആരോ എടുത്ത് പൊക്കി എറിയുന്നു. ചുമരിൽ തട്ടി വീഴുന്നു ഞാൻ. ഉടൻ തന്നെ ആരോ എൻ്റെ കഴുത്തി പിടിച്ച് മുറുക്കുന്നു. മറ്റേ കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുന്നു. എന്നിട്ട് ചുമരിൽ ചാർത്തി വെച്ച് പൊക്കി പിടിക്കുന്നു. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോൾ ഞാൻ പതറിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, എൻ്റെ അമ്മയായിരുന്നു. നല്ല ഭാരമുള്ള എന്നെ സ്ലിമ്മായ അമ്മയ്ക്ക് എങ്ങനെ പൊക്കാൻ സാധിക്കുന്നു? മാത്രമല്ല മറ്റേ കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുന്നു. ഉടൻ തന്നെ അടുത്ത് ഒരു ഇരുമ്പ് തണ്ട് ചാരി വെച്ചിരുന്നു. അത് ഞാൻ തട്ടിത്തെറിപ്പിക്കുന്നു. ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന അച്ഛൻ അങ്ങോട്ട് ഓടി വരുന്നു. അച്ഛനും എന്ത് ചെയ്യണം എന്നറിയാതെ ഭയന്നു പോകുന്നു. ഉടൻ തന്നെ അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു. അമ്മയെ കിടക്കയിലേക്ക് തള്ളിയിടുന്നു. ആ സമയം അമ്മയുടെ മുഖം ഭയപ്പെടുത്തുന്ന ഒരു തരം ഭാവത്തിലായിരുന്നു. കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. അമ്മയ്ക്ക് തീരെ പരിസരബോധം ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഞാൻ ഫോൺ ചെയ്തു ചെറിയച്ഛനെ വിളിച്ചു വരുത്തി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നം വലുതാവും എന്ന് തിരിച്ചറിഞ്ഞ ചെറിയച്ഛൻ അരക്കുളത്തുള്ള സ്വാമിയെ വിളിക്കുന്നു. ഉടൻ തന്നെ ഒരു വാടകക്കാർ അറേഞ്ച് ചെയ്യുന്നു. ഞാനും അച്ഛനും ചെറിയച്ഛനും കൂടി അമ്മയെ കാറിൽ കയറ്റി സ്വാമിയുടെ വീട്ടിലേക്ക് യാത്രയാകുന്നു. കാറിൽ കയറിയ അമ്മ ഉടൻ തന്നെ നോർമലാകുന്നു. ബോധം തിരിച്ചു കിട്ടിയ അമ്മ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല അമ്മേ, അമ്മക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. കാർ സ്വാമിയുടെ വീട്ടുപടിക്കലെത്തിയപ്പോൾ അതുവരെ നോർമലായിരുന്ന അമ്മ വീണ്ടും വയലൻ്റ് ആവാൻ തുടങ്ങി. എൻ്റെ ഷർട്ടെല്ലാം പിടിച്ചു വലിക്കാൻ തുടങ്ങി. ചെറിയച്ഛൻ ഫോൺ ചെയ്ത പ്രകാരം സ്വാമി പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള കളമെല്ലാം ഒരുക്കിയിരുന്നു. അമ്മയെ കളത്തിൽ ഇരുത്തിയ സ്വാമി ചില മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഒരു വെള്ളം അമ്മയുടെ മേൽ ഒഴിക്കുന്നു. ഉടൻ തന്നെ അമ്മ തളർന്നു വീണു. ഈ സമയം സ്വാമി അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ മാന്ത്രികൻ അമ്മയോട് ചോദിച്ചു. ആശ്ചര്യം ഒന്ന് പറയട്ടെ, അമ്മ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ ശബ്ദമായിരുന്നില്ല, അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത്. ആ സമയം അമ്മയിലൂടെ ആ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആ ആത്മാവ് കൊല്ലപ്പെടുകയായിരുന്നു. ഈ ആത്മാവിൻ്റെ കുടുംബവും അവരുടെ അയൽവാസികളായ വേറൊരു കുടുംബവും തമ്മിൽ അതിർത്തിയുടെ പേരിൽ ചില തർക്കങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു. തർക്കത്തിൽ മേൽക്കൈയെടുത്ത് സ്വത്ത് അച്ഛൻ നേടിയെടുത്തു. ഇതിൻ്റെ പക തൻ്റെ അയൽവാസിക്ക് തൻ്റെ അച്ഛനോട് ഉണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛനില്ലാത്ത സമയം നോക്കി അയാൾ വന്നു ഞങ്ങളുടെ വീടിന് തീയിടുകയായിരുന്നു. വീടിൻ്റെ വാതിലുകൾ എല്ലാം പുറത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു.
തീ ആളിപ്പടർന്നപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അവസാനം തീ അവളെയും വിഴുങ്ങുകയായിരുന്നു. അച്ഛനോടുള്ള പകയ്ക്ക് ഇരയായത് ഈ പാവം ഞാനായിരുന്നു. ദുർമരണം ആയതുകൊണ്ട് എൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ല. എൻ്റെ കൊലയ്ക്ക് കാരണക്കാരനായ അയൽവാസിയെ തേടി നടക്കുകയായിരുന്നു. അയാളോടുള്ള എൻ്റെ പക വീട്ടാൻ ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ ശരീരം എനിക്ക് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അനൂപിനെ പിന്തുടർന്ന് ഇവരുടെ വീട്ടിലെത്തിയത്. പക്ഷേ അനൂപിൻ്റെ ശരീരത്തിൽ കയറാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നെ തടഞ്ഞത് അവൻ്റെ മുത്തശ്ശനായിരുന്നു. അതുകൊണ്ട് അനൂപിനോടും എനിക്ക് പക തോന്നി. അതിനുവേണ്ടി അനൂപിൻ്റെ അമ്മയുടെ ശരീരത്തിൽ കയറാൻ എനിക്ക് എളുപ്പത്തിൽ സാധിച്ചു. അയാളെ കൊല്ലാതെ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയില്ല. അതുകൊണ്ട് ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ ഈ ശരീരം വിട്ട് പോയിക്കൊള്ളാം എന്ന് ആ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സ്വാമി വീണ്ടും അമ്മയുടെ മുഖത്ത് വെള്ളം തെളിക്കുന്നു. ബോധം വന്ന അമ്മ എഴുന്നേറ്റിരുന്ന് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. വെള്ളം കുടിച്ച് സമാധാനമായിരുന്ന് ചുറ്റുപാട് നിരീക്ഷിക്കുന്നതിനോടൊപ്പം എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ ആത്മാവ് അമ്മയുടെ ശരീരം ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയതായി സ്വാമി പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് രാത്രി ചെറിയച്ഛനെ കൊണ്ടുവന്ന് മുത്തച്ഛനായിരുന്നു എന്നെ രക്ഷിച്ചത്. ഉറങ്ങിക്കിടന്ന ചെറിയച്ഛൻ ഇത് ഒന്നും അറിഞ്ഞിരുന്നില്ല. ചെറിയച്ഛൻ മുത്തശ്ശൻ്റെ കൺട്രോളിൽ ആയിരുന്നു. ആ ചെരുപ്പിൽ പുരണ്ട കറുത്ത ഗ്രീസ് പോലത്തെ ദ്രാവകത്തിൽ ആത്മാവിന് എന്തോ പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തച്ഛൻ ആ ചെരുപ്പ് ധരിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നത്. എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാമി പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. വീട്ടിലെത്തിയ ശേഷം ആ ചെരുപ്പ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.